ഇപ്പം ഈ അനുരാഗം എന്ന് പറയുമ്പോൾ ഒരു ഇൻഫാക്ച്വേഷൻ ആണ്. അനുരാഗവും പ്രണയവും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? മനസ്സിലായി. അനുരാഗത്തിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഇൻഫാക്ച്വേഷൻ ആണ്. അത് ആരോടാണെങ്കിലും തോന്നുന്നു. അനുരാഗം തന്നെയാണ് പ്രണയവും. അല്ല, അനുരാഗം എന്ന് പറയുമ്പോൾ ഇൻഫാക്ച്വേഷൻ ആണ്. നമുക്കിപ്പോൾ എത്ര പേരോടാണെങ്കിലും നമുക്കൊരു ഇൻഫാക്ച്വേഷൻ തോന്നാം. അതെ. പക്ഷെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരാളോട് തോന്നുന്ന ഒരു ഇതല്ല. അതൊരു പ്രായത്തിൻ്റെയാണ്. ഒരു സമയത്ത് ഒരു കൗമാരകാലത്തൊക്കെ നമുക്ക് എല്ലാത്തിനോടും ഇഷ്ടം തോന്നും. കണ്ടിട്ടില്ലേ നമ്മളുടെ കുട്ടികളുടെയൊക്കെ മുറികളിലൊക്കെ സിനിമാ താരങ്ങളും ക്രിക്കറ്റ് പ്ലെയേഴ്സും. അപ്പം അവർക്ക് ഒരു സമയത്ത് അങ്ങനെ എല്ലാത്തിനോടും ഒരു ഇഷ്ടം. പ്രണയം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പ്രായത്തിൻ്റെ ഒരു വ്യത്യാസം എന്ന് എനിക്ക് പറയാൻ പറ്റും. അത്ര തന്നെ. താങ്കളുടെ ഒരു ജീവിതത്തിൽ പ്രണയം എങ്ങനെയായിരുന്നു? ആദ്യ ഒരു പ്രണയം അങ്ങനെയൊന്നുമില്ല. പ്രണയം ഉണ്ടായിട്ടില്ല. പ്രണയം ഉണ്ടായിട്ടില്ല. എല്ലാവരോടും ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനോടും നമുക്ക് പ്രണയം തോന്നാൻ മതി. എനിക്ക് എന്നോട് തന്നെയാണ് ഏറ്റവും വലിയ പ്രണയം. സ്വയം ഇഷ്ടപ്പെടുന്ന. തീർച്ചയായിട്ടും. നമ്മുടെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്ട്രഗിളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രണയമാണ് നമ്മുടെ സിനിമയിൽ. അടിയന്തരാവസ്ഥക്കാലം എന്ന് പറയുമ്പോൾ ആയിരിക്കുമല്ലോ കാണും. എല്ലാ പ്രണയത്തിനും അത്രയും കഷ്ടപ്പാടുണ്ട്. അതെ അതെ, എല്ലാ സ്നേഹത്തിനും ദുഃഖങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഈ ഒരുപാട് ന്യൂ ജനറേഷൻ സിനിമകളൊക്കെ ഹിറ്റ് ആവുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ ഒരു പഴയ കാലത്തെ ഒരു സിനിമ നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ റിലീസ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കാന്ന് വിചാരിക്കുന്നത്? അത് പഴയ ന്യൂ ജനറേഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം, പഴയ കാലത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടാവും. സ്നേഹം എപ്പോഴും പ്രണയം എപ്പോഴും ഒരുപോലെയാണല്ലോ എല്ലാ കാലത്തും ആളുകളുടെ മനസ്സിനുള്ളിൽ. ഇപ്പൊ പഴയ കാലത്തെ പ്രണയം പുതിയ കാലത്തെ പ്രണയം തമ്മിൽ വ്യത്യാസം വന്നായിട്ട് തോന്നുന്നുണ്ട്? അത് തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. ഇഷ്ടം എപ്പോഴും ഡെപ്തൊക്കെ ഒരുപോലെയൊക്കെ തന്നെ. പിന്നെ അത് പ്രകടിപ്പിക്കുന്ന രീതികൾ, നമ്മൾ പണ്ടൊക്കെ എഴുതിയാണല്ലോ നമ്മൾ ഒരാളെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. എത്രയോ കഷ്ടപ്പെട്ടാണ് നമ്മളുടെ ഒരു വിഷമം പോലും പറയും. ഇപ്പം എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്. ഫോണെങ്കിൽ ഫോൺ ചെയ്യാം, മെസ്സേജ് അയക്കാം. അപ്പം കുറച്ച് ആളുകൾ തമ്മിലുള്ള ബന്ധം തുടർന്നുകൊണ്ട് പോകാനുള്ള മാധ്യമങ്ങൾ കൂടുതലാണ് ഇന്നത്തെ കാലത്ത്. പണ്ട് അങ്ങനെയില്ല. പ്രണയത്തിന് വാല്യൂസ് ഒക്കെ കുറഞ്ഞു തോന്നുന്നുണ്ടോ? ഇപ്പോഴത്തെ കുട്ടികളുടെ ഈ കാലഘട്ടത്തിന്റെ പ്രണയത്തിന് വാല്യൂസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ട്. പഴയ കാലം അങ്ങനെയല്ലല്ലോ. തീർച്ചയായിട്ടും ഒരാളെ മാത്രം മനസ്സിൽ സങ്കല്പിച്ചുള്ള ജീവിതമായിരുന്നല്ലോ പണ്ടത്തെ കാലത്ത്. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം കുറച്ചൊക്കെ നമ്മൾക്കുണ്ടാവുന്ന ഒരു തകർച്ചയും സർവൈവ് ചെയ്യാൻ ആളുകൾക്ക് കുറച്ചൊക്കെ ഈസിയാണ്. പണ്ട് അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ടാണല്ലോ പഴയ കാലത്ത് ധാരാളം നിരാശാ കാമുകന്മാരുണ്ടായത്. ഉണ്ട്. പക്ഷെ അതിനെ സർവൈവ് ചെയ്യുന്ന കുറച്ചൊക്കെ സർവൈവ് ചെയ്യുന്നുണ്ട്. പണ്ട് തകർന്നു പോവില്ലായിരുന്നു. സൗഹൃദങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടാകുന്നത് കൊണ്ടാവാം, അറിയില്ല.